LDC മുൻകാല ചരിത്ര ചോദ്യങ്ങളിലൂടെ ഇന്ത്യൻ പുരാവസ്തു ഗവേഷണത്തിൻ്റെ പിതാവ് അലക്സാണ്ടർ കണ്ണിക്കാം. ഇന്ത്യൻ പുരാവസ്തു ഗവേഷണത്തിൻ്റെ പിതാവ് അലക്സാണ്ടർ കണ്ണിക്കാം. സിന്ധു നദീതട കേന്ദ്രമായ ഹാരപ്പ കണ്ടെത്തിയത് ദയാറാം സാഹ്നി 1921. സിന്ധു നദീതട കേന്ദ്രമായ ഹാരപ്പ കണ്ടെത്തിയത് 1921 ദയാറാം സാഹ്നി. മോഹൻജദാരോ കണ്ടെത്തിയത് RD ബാനർജി 1922. മോഹൻജദാരോ കണ്ടെത്തിയത് RD ബാനർജി 1922. സിന്ധു നദീതട സംസ്കാരത്തിന് ആ പേര് നിർദ്ദേശിച്ചതാരാണ്? ജോൺ മാർഷൽ. ഓർമ്മിക്കണം, സിന്ധു നദീതട സംസ്കാരത്തിന് ആ പേര് നൽകിയതാരാണ്? ജോൺ മാർഷൽ. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് രൂപം കൊണ്ടത് 1904. ഓർമ്മിക്കണം, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് രൂപം കൊണ്ടത് 1904. ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ വകുപ്പ് ആരംഭിച്ചതാരാണ്? ലോർഡ് കെയ്റ്റ്സൺ പ്രഭു. ഇന്ത്യൻ പുരാവസ്തു ഗവേഷണ വകുപ്പ് ആരംഭിച്ചാണ് ലോർഡ് കെയ്റ്റ്സൺ പ്രഭു. ആദ്യം കണ്ടെത്തിയ സിന്ധു നദീതട പ്രദേശം ഏതാണ്? ഹാരപ്പ. ഏറ്റവും ആദ്യം കണ്ടെത്തിയ സിന്ധു നദീതട പ്രദേശം ഏതാണ്? ഹാരപ്പ. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ മർമ്മ കേന്ദ്രം ഏതായിരുന്നു? ഹാരപ്പ. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ മർമ്മ കേന്ദ്രം ഏതായിരുന്നു? ഹാരപ്പ. ഏറ്റവും വലിയ സിന്ധു നദീതട കേന്ദ്രം ഏതാണ്? ഹാരപ്പ. ഏറ്റവും വലിയ സിന്ധു നദീതട കേന്ദ്രം ഏതാണ്? ഹാരപ്പ. മരിച്ചവരുടെ കുന്ന് അല്ലെങ്കിൽ മരിച്ചവരുടെ മല എന്നൊക്കെ അറിയപ്പെടുന്ന സിന്ധു നദീതട കേന്ദ്രം ഏതാണ്? മോഹൻജദാരോയാണ്. മരിച്ചവരുടെ കുന്ന് അല്ലെങ്കിൽ മരിച്ചവരുടെ മല എന്നറിയപ്പെടുന്ന സിന്ധു നദീതട കേന്ദ്രം ഏതാണ്? മോഹൻജദാരോ. വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയെന്ന് കരുതപ്പെടുന്ന സിന്ധു നദീതട പ്രദേശം ഏതാണ്? മോഹൻജദാരോയാണ്. വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയെന്ന് കരുതപ്പെടുന്ന സിന്ധു നദീതട പ്രദേശം ഏതാണ്? മോഹൻജദാരോ. മഹാഭാരതത്തിൽ എത്ര പർവ്വങ്ങളുണ്ട്? ഓർമ്മിക്കണം, 18. മഹാഭാരതത്തിൽ എത്ര പർവ്വങ്ങളുണ്ട്? 18. ജയസംഹിത, ശതസഹസ്ര സംഹിത എന്നൊക്കെ അറിയപ്പെടുന്ന എന്തിനെയാണ്? മഹാഭാരതത്തിനാണ്. ജയസംഹിത, ശതസഹസ്ര സംഹിത എന്നൊക്കെ അറിയപ്പെടുന്ന ഏത് ഇതിഹാസത്തെയാണ്? മഹാഭാരതം. രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? 7. ഓർമ്മിക്കണം, രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? 7. ഉഴവുചാലുകൾ കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രം ഏതാണ്? കാലിബംഗൻ. ഓർമ്മിക്കണം, ഉഴവുചാൽ പാടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രം ഏതാണ്? കാലിബംഗൻ. ക്ഷേത്ര മാതൃകകൾ കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രം ഏതാണ്? മോഹൻജദാരോയാണ്. ക്ഷേത്ര മാതൃകകൾ കണ്ടെത്തിയ സിന്ധു നദീതട കേന്ദ്രം ഏതാണ്? മോഹൻജദാരോ. സിന്ധു നദീതടത്തിലെ ഒരേ ഒരു തുറമുഖ കേന്ദ്രം ഏതാണ്? ലോത്തൽ. സിന്ധു നദീതടത്തിലെ ഒരേ ഒരു തുറമുഖ കേന്ദ്രം ഏതാണ്? ലോത്തൽ. മൗര്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? പാടലീപുത്രം. ഓർമ്മിക്കണം, മൗര്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? പാടലീപുത്രം. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ്? പ്രയാഗ്. ഓർമ്മിക്കണം, ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ്? പ്രയാഗ്. ചാലൂക്യന്മാരുടെ തലസ്ഥാനം എവിടെയാണ്? വാതാപി. ഓർമ്മിക്കണം, ചാലൂക്യന്മാരുടെ തലസ്ഥാനം എവിടെയാണ്? വാതാപി. പാണ്ഡ്യന്മാരുടെ ആസ്ഥാനം എവിടെയാണ്? മധുര. ഓർമ്മിക്കണം, പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം എവിടെയാണ്? മധുര. ചേരന്മാരുടെ ഓർമ്മിക്കണം, വാഞ്ചി അല്ലെങ്കിൽ വാഞ്ചി മുത്തൂർ എന്ന് പറയുക. ഓർമ്മിക്കണം, ചേരന്മാരുടെ തലസ്ഥാനം എവിടെയാണ്? വാഞ്ചി അല്ലെങ്കിൽ വാഞ്ചി മുത്തൂർ. കനിഷ്കന്റെ തലസ്ഥാനം എവിടെയാണ്? പുരുഷപുരം അല്ലെങ്കിൽ പെഷവാർ. കനിഷ്കന്റെ തലസ്ഥാനം എവിടെയാണ്? പുരുഷപുരം അല്ലെങ്കിൽ പെഷവാർ. ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ തലസ്ഥാനം എവിടെയാണ്? ഉജ്ജയിനി. ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ തലസ്ഥാനം എവിടെയാണ്? ഉജ്ജയിനി. ഹർഷവർദ്ധനന്റെ തലസ്ഥാനം എവിടെയാണ്? കനൗജ്. ഹർഷവർദ്ധനന്റെ തലസ്ഥാനം എവിടെയാണ്? കനൗജ്. ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്ന് വന്നവരെന്ന് സിദ്ധാന്തം കൊണ്ടുവന്നാരാണ്? മാക്സ് മുള്ളർ. ഓർമ്മിക്കണം, ആര്യന്മാർ ഇന്ത്യയിൽ വന്നത് സെൻട്രൽ ഏഷ്യ അല്ലെങ്കിൽ മധ്യേഷ്യ എന്ന തിയറി കൊണ്ടുവന്നാരാണ്? മാക്സ് മുള്ളർ. ഋഗ്വേദം ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയതാരാണ്? മാക്സ് മുള്ളർ. ഋഗ്വേദം ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയാണ് മാക്സ് മുള്ളർ. ഋഗ്വേദം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാണ് വള്ളത്തോൾ. ഋഗ്വേദം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാണ് വള്ളത്തോൾ. വേദങ്ങൾ രചിച്ചത് ഏത് ഭാഷയിലാണ്? സംസ്കൃതം. ഓർമ്മിക്കണം, വേദങ്ങൾ രചിച്ചത് ഏത് ഭാഷയിലാണ്? സംസ്കൃതം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിന്ധു നദീതട കേന്ദ്രങ്ങൾ കാണപ്പെട്ടത് ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിന്ധു നദീതട കേന്ദ്രങ്ങൾ കാണപ്പെട്ടത് ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്ത്. സിന്ധു നദീതട നിവാസികളുടെ തുറമുഖ കേന്ദ്രം ഏതായിരുന്നു? ലോത്തൽ. ലോത്തൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഏ സ്റ്റേറ്റാണ്? ഗുജറാത്ത്. സിന്ധു നിവാസികൾ ആരാധിച്ചിരുന്ന സ്ത്രീദൈവം ഏതാണ്? മാതൃദേവത. ഓർമ്മിക്കണം, സ്ത്രീദൈവം മാതൃദേവത. പുരുഷദേവൻ ഏതാണ്? പശുപതി. സിന്ധു നദിയുടെ നിവാസികൾ ആരാധിച്ചിരുന്ന മൃഗം ഏതാണ്? കാള. ഓർമ്മിക്കണം, ആരാധിച്ചിരുന്ന മൃഗം ഏതാണ്? കാള. അവർക്ക് അജ്ഞാതമായിരുന്ന മൃഗം ഏതാണ്? കുതിരയാണ്. സിന്ധു നദിയുടെ നിവാസികൾക്ക് അജ്ഞാതമായിരുന്ന ലോഹം ഏതാണ്? ഇരുമ്പ്. ലോക ജനത ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയ ലോഹം ഏതാണ്? ചെമ്പ്. ചെമ്പ് ആദ്യമായിട്ട് ഉപയോഗിച്ച ജനത ഏതാണ്? സിന്ധു നദീതട നിവാസികൾ. തൂക്കങ്ങൾക്കായി ഉപയോഗിച്ച സംഖ്യ ഏതാണ്? 16. സിന്ധു നദീതട നിവാസികൾ അളവ് തൂക്കങ്ങൾക്കായി ഉപയോഗിച്ച സംഖ്യ ഏതാണ്? 16. ലോകത്തിൽ ആദ്യമായി ചെമ്പ് ഉപയോഗിച്ച ജനത ഏതാണ്? സിന്ധു നദീതട നിവാസികൾ. കുശവന്റെ ചക്രം എന്നറിയപ്പെട്ടത് ഏത് സംസ്കാരമാണ്? സിന്ധു നദീതട സംസ്കാരം. ഓർമ്മിക്കണം, കുശവന്റെ ചക്രം എന്നറിയപ്പെട്ടത് ഏത് സംസ്കാരമാണ്? സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട നിവാസികളുടെ പ്രധാന വരുമാന മാർഗം എന്തായിരുന്നു? കൃഷി. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കൾ എന്നറിയപ്പെടുന്നത് ഏത് വംശക്കാരാണ്? ദ്രാവിഡന്മാർ. ഓർമ്മിക്കണം, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ദ്രാവിഡന്മാർ.
ഏറ്റവും പഴക്കമുള്ള വേദം ഏതാണ്? ഋഗ്വേദം. ഓർമ്മിക്കണം, ഏറ്റവും പഴക്കമുള്ള വേദമാണ് ഋഗ്വേദം. ഏറ്റവും ബൃഹത്തായ വേദം ഏതാണ്? അഥർവവേദം. ഏറ്റവും ബൃഹത്തായ വേദം ഏതാണ്? അഥർവവേദം. വേദങ്ങൾ എത്ര എണ്ണം? 4. അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടുന്ന ഏതാണ്? മഹാഭാരതം. ഓർമ്മിക്കണം, വേദങ്ങൾ എത്രയുണ്ട്? 4. അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടുന്നത് മഹാഭാരതം. ഗായത്രി മന്ത്രം ഏത് വേദത്തിലുള്ളതാണ്? ഋഗ്വേദം. ഗായത്രി മന്ത്രം ഏത് വേദത്തിലുള്ളതാണ്? ഋഗ്വേദം. അഗ്നിമീളെ പുരോഹിതം എന്ന് ആരംഭിക്കുന്ന വേദം ഏതാണ്? ഋഗ്വേദം. അഗ്നിമീളെ പുരോഹിതം എന്ന് ആരംഭിക്കുന്ന വേദമാണ് ഋഗ്വേദം. ഇൻഡോ യൂറോപ്യൻ ഭാഷ രചിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥം ഏതാണ്? ഋഗ്വേദം. ഇൻഡോ യൂറോപ്യൻ ഭാഷ രചിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥം ഏതാണ്? ഋഗ്വേദം. ചാതുർവർണ്ണയത്തെ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ വേദം ഏതാണ്? ഋഗ്വേദം. ചാതുർവർണ്ണയം അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ വേദമാണ് ഋഗ്വേദം. ഋഗ്വേദത്തിൽ എത്ര മണ്ഡലങ്ങളുണ്ട്? ഓർമ്മിക്കണം, 10. ഋഗ്വേദത്തിൽ എത്ര മണ്ഡലങ്ങളുണ്ട്? 10. ഋഗ്വേദത്തിൽ ചാതുർവർണ്ണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മണ്ഡലം ഏതാണ്? പുരുഷ സൂത്രം എന്നറിയപ്പെടുന്ന 10ാം മണ്ഡലം. ഋഗ്വേദത്തിൽ ചാതുർവർണ്ണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മണ്ഡലം ഏതാണ്? പുരുഷ സൂത്രം എന്നറിയപ്പെടുന്ന 10ാം മണ്ഡലം. ഋഗ്വേദത്തിൽ എത്ര സ്തുതികൾ അല്ലെങ്കിൽ സ്തോത്രങ്ങളുണ്ട്? 1028. ഋഗ്വേദത്തിൽ എത്ര സ്തോത്രങ്ങളുണ്ട്? 1028. ഋഗ്വേദത്തിൽ പ്രതിപാദിക്കുന്ന എന്നാൽ ഇന്ന് നിലവിലില്ലാത്ത നദി ഏതാണ്? സരസ്വതിയാണ്. ഋഗ്വേദത്തിൽ പ്രതിപാദിക്കുന്ന എന്നാൽ ഇന്ന് നിലനിൽക്കാത്ത അല്ലെങ്കിൽ നിലവിലില്ലാത്ത നദി ഏതാണ്? സരസ്വതി. ആര്യന്മാരുടെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം ഏതാണ്? യജുർവേദം. ആര്യന്മാരുടെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം ഏതാണ്? യജുർവേദം. സംഗീതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം ഏതാണ്? സാമവേദം. സംഗീതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം ഏതാണ്? സാമവേദം. ആയുർവേദം ഏത് വേദത്തിൻ്റെ ഉപവേദമാണ്? അഥർവവേദം. ആയുർവേദം ഏത് വേദത്തിൻ്റെ ഉപവേദമാണ്? അഥർവവേദം. യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സിൽ എന്ന് പറയുന്നത് ഏത് വേദത്തിലാണ്? അഥർവവേദം. യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സിലാണ് എന്ന് പറയുന്നത് ഏത് വേദത്തിലാണ്? അഥർവവേദം. ആര്യന്മാരുടെ കാലഘട്ടത്തിലെ നിയമജ്ഞനാരായിരുന്നു? മനു. ഓർമ്മിക്കണം, ആര്യന്മാരുടെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നിയമജ്ഞനാരായിരുന്നു? മനു. മനുസ്മൃതി എഴുതിയതാരാണ്? മനു. ഓർമ്മിക്കണം, മനുസ്മൃതി എഴുതിയതാരാണ്? മനു. ഉപനിഷത്തുക്കളുടെ എണ്ണം 108. ഉപനിഷത്ത് എന്ന പദത്തിൻ്റെ മീനിങ് ഓർമ്മിക്കണം, ഗുരുവിൻ്റെ സമീപത്ത്. ഓർമ്മിക്കണം, ഉപനിഷത്ത് എന്ന പദത്തിൻ്റെ മീനിങ് ഗുരുവിൻ്റെ സമീപത്ത്. സത്യമേവ ജയത എന്ന വാക്യം കടം കൊണ്ടിരിക്കുന്നത് ഏത് ഉപനിഷത്ത് നിന്നാണ്? മുണ്ടക ഉപനിഷത്ത്. സത്യമേവ ജയത എന്ന വാക്യം കടം കൊണ്ടിരിക്കുന്നത് ഏത് ഉപനിഷത്ത്? മുണ്ടക ഉപനിഷത്ത്. മണ്ഡൂക ശ്ലോകങ്ങൾ ഏത് വേദത്തിലുള്ളതാണ്? ഋഗ്വേദം. ഓർമ്മിക്കണം, മണ്ഡൂക ശ്ലോകങ്ങൾ ഏത് വേദത്തിലുള്ളതാണ്? ഋഗ്വേദം. ഇന്ത്യയിൽ എത്ര ഇതിഹാസങ്ങളുണ്ട്? 2. രാമായണം, മഹാഭാരതം. ഏറ്റവും പഴക്കമുള്ള ഇതിഹാസം ഏതാണ്? രാമായണം. ഏറ്റവും വലിയ ഇതിഹാസം ഏതാണ്? മഹാഭാരതം. ഏറ്റവും പഴക്കമുള്ളത് രാമായണം, ഏറ്റവും വലുത് ഏതാണ്? മഹാഭാരതം. മഹാഭാരതത്തിൻ്റെ ആത്മാവെന്നറിയപ്പെടുന്നത് ഭഗവത്ഗീത. ഓർമ്മിക്കണം, മഹാഭാരതത്തിൻ്റെ ആത്മാവെന്നറിയപ്പെടുന്ന ഭഗവത്ഗീത. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ചാൾസ് വിൽക്കിൻസ്. ഭഗവത്ഗീത ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയവരാണ് ചാൾസ് വിൽക്കിൻസ്. മഹാഭാരതം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. മഹാഭാരതം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ആര്യന്മാർ ആരാധിച്ചിരുന്ന മൃഗമേതാണ്? പശു. ഓർമ്മിക്കണം, സിന്ധ് കാള, ആര്യ പശു എന്ന് ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ സിന്ധു നഗര നിവാസികളുടേത് കാളയും ആര്യന്മാരുടേത് പശു. വേദങ്ങളിൽ വ്രീഹി എന്ന് പ്രതിപാദിക്കുന്ന എന്തിനെയാണ്? നെല്ലിനെയാണ്. വേദങ്ങളിൽ വ്രീഹി എന്ന് പ്രതിപാദിച്ചിരുന്ന എന്തിനെയാണ്? നെല്ലിനെ. ആര്യന്മാരുടെ പ്രധാന വരുമാന മാർഗം എന്തായിരുന്നു? കൃഷി. ഋഗ്വേദത്തിൽ പ്രതിപാദിക്കുന്ന ആദ്യ ദേവനേതാണ്? അഗ്നി. ഓർമ്മിക്കണം, ഋഗ്വേദത്തിൽ പ്രതിപാദിക്കുന്ന ആദ്യ ദേവനേതാണ്? അഗ്നി. ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്നത് കൗടില്യൻ എന്നറിയപ്പെടുന്ന ചാണക്യൻ. ഓർമ്മിക്കണം, ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെട്ടത് കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ. ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെട്ടത് ആരാണ്? കാളിദാസൻ. ഓർമ്മിക്കണം, ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെട്ട കാളിദാസൻ. ബുദ്ധമതത്തിലെ കോൺസ്റ്റന്റൈൻ എന്നറിയപ്പെടുന്നത് അശോകനാണ്. ബുദ്ധമതത്തിലെ കോൺസ്റ്റന്റൈൻ എന്നറിയപ്പെടുന്നതാണ് അശോകൻ. ദേവനാം പ്രിയ, പ്രിയദർശിനി എന്നൊക്കെ അറിയപ്പെട്ടതാണ് അശോകനാണ്. ദേവനാം പ്രിയ, പ്രിയദർശി രാജ എന്നൊക്കെ അറിയപ്പെട്ടതാണ് അശോകൻ. ശകാരി, വിക്രമാദിത്യ എന്നീ പേരിൽ അറിയപ്പെട്ടതാണ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഓർമ്മിക്കണം, ശകാരി, വിക്രമാദിത്യ എന്നീ പേരിൽ അറിയപ്പെട്ടത് ചന്ദ്രഗുപ്ത സെക്കൻഡ്. കവിരാജൻ എന്നറിയപ്പെട്ട ഗുപ്തരാജാവാരാണ്? സമുദ്രഗുപ്തനാണ്. കവിരാജൻ എന്നറിയപ്പെട്ട ഗുപ്തരാജാവാരാണ്? സമുദ്രഗുപ്തൻ. പ്രച്ഛന്നബുദ്ധൻ എന്നറിയപ്പെട്ടതാരാണ്? ശങ്കരാചാര്യർ. ഓർമ്മിക്കണം, പ്രച്ഛന്നബുദ്ധൻ എന്നറിയപ്പെട്ടതാരാണ്? ശങ്കരാചാര്യർ. രണ്ടാം അശോകൻ എന്നറിയപ്പെട്ടതാരാണ്? കനിഷ്കനാണ്. ഓർമ്മിക്കണം, രണ്ടാം അശോകൻ എന്നറിയപ്പെട്ടതാരാണ്? കനിഷ്കൻ. ശിലാദിത്യൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് ഹർഷവർദ്ധൻ. ഓർമ്മിക്കണം, ശിലാദിത്യൻ എന്നറിയപ്പെട്ട രാജാവാരാണ്? ഹർഷവർദ്ധനൻ. തീർത്ഥാടകരിലെ രാജകുമാരൻ എന്നറിയപ്പെട്ടതാരാണ്? ഹുയാൻ സാങ്. തീർത്ഥാടകരിലെ രാജകുമാരൻ എന്നറിയപ്പെട്ടതാരാണ്? ഹുയാൻ സാങ്. കിഴക്കിലെ ആറ്റില എന്നറിയപ്പെട്ടതാരാണ്? മിഹിരകുലനാണ്. ഓർമ്മിക്കണം, കിഴക്കിൻ്റെ ആറ്റില എന്നറിയപ്പെട്ടതാരാണ്? മിഹിരകുല. ഗംഗൈ കൊണ്ട ചോളൻ എന്നറിയപ്പെട്ടതാരാണ്? രാജേന്ദ്ര ചോളൻ. ഗംഗൈ കൊണ്ട ചോളൻ എന്നറിയപ്പെട്ടതാരാണ്? രാജേന്ദ്ര ചോളൻ. തമിഴിലെ ബൈബിൾ എന്നറിയപ്പെട്ട ഗ്രന്ഥമേതാണ്? തിരുക്കുറൽ. എഴുതിയതാരാണ്? തിരുവള്ളൂർ. ഓർമ്മിക്കണം, തമിഴിലെ ബൈബിൾ എന്നറിയപ്പെട്ട ഗ്രന്ഥമേതാണ്? തിരുക്കുറൽ. എഴുതിയതാരാണ്? തിരുവള്ളൂർ. ആദ്യ വേദം എന്നറിയപ്പെട്ട വേദമേതാണ്? ഋഗ്വേദം. ഓർമ്മിക്കണം, ആദ്യ വേദം എന്നറിയപ്പെട്ടതാണ് ഋഗ്വേദം. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രി ആരായിരുന്നു? കൗടില്യൻ. ഓർമ്മിക്കണം, ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രി ആരായിരുന്നു? കൗടില്യൻ.
വിഷ്ണുഗുപ്തൻ എന്ന് അറിയപ്പെട്ട വ്യക്തിയുടെ യഥാർത്ഥ പേരാണ് കൗടില്യൻ. വിഷ്ണുഗുപ്തൻ എന്നറിയപ്പെട്ട വ്യക്തിയുടെ യഥാർത്ഥ പേരാണ് കൗടില്യൻ. ഒന്നാം ബുദ്ധമത സമ്മേളനം നടന്നത് BC 483, വേദി രാജഗ്രഹം, നടത്തിയത് അജാതശത്രു. രണ്ടാം ബുദ്ധമത സമ്മേളനം BC 383, നടത്തിയത് കാലശോകൻ, വേദി എവിടെയായിരുന്നു? വൈശാലി. മൂന്നാം ബുദ്ധമത സമ്മേളനം BC 250, വേദി പാടലിപുത്രം, നടത്തിയത് അശോകൻ. നാലാം ബുദ്ധമത സമ്മേളനം AD 1-ാം നൂറ്റാണ്ട്, നടന്നത് എവിടെ വെച്ചാണ്? കാശ്മീരിൽ വെച്ച്, നടത്തിയതാരാണ്? കനിഷ്കൻ. ശാക്യ മുനി എന്നറിയപ്പെട്ടതാരാണ്? ശ്രീബുദ്ധൻ. ഓർമ്മിക്കണം, ശാക്യ മുനി എന്നറിയപ്പെട്ടതാരാണ്? ശ്രീബുദ്ധൻ. ഗൗതമ ബുദ്ധൻ്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥൻ. ഗൗതമ ബുദ്ധൻ്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥൻ. BC 326, ഓർമ്മിക്കണം, ആ വർഷം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അലക്സാണ്ടർ ഇന്ത്യ ആക്രമിക്കപ്പെട്ട വർഷത്തിന് BC 326. അലക്സാണ്ടർ അന്തരിച്ച വർഷം BC 323, ഓർമ്മിക്കണം, അലക്സാണ്ടർ അന്തരിച്ച വർഷം BC 323. അശോകന്റെ നേതൃത്വത്തിലുള്ള കലിംഗ യുദ്ധം BC 261, ഓർമ്മിക്കണം, കലിംഗ എവിടെയാണ്? ഒഡീഷ, അല്ലെങ്കിൽ കലിംഗ എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ഏതാണ്? ഒഡീഷ. അപ്പോൾ കലിംഗ യുദ്ധം BC 261. വിക്രമവർഷം BC 58, ഓർമ്മിക്കണം, വിക്രമവർഷം BC 58. ശകവർഷം AD 78, ഓർമ്മിക്കണം, ശകവർഷം AD 78. ഗുപ്തവർഷം AD 320, ഓർമ്മിക്കണം, ഗുപ്തവർഷം AD 320. ഹിജറ വർഷം AD 622. ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലം ലുംബിനി, കപിലോസുലെ ലുംബിനി, ഓർമ്മിക്കണം, ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലം കപിലോസുലെ ലുംബിനി. ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച സ്ഥലം ഗയ, ഓർമ്മിക്കണം, ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച സ്ഥലം ഗയ. ശാക്യമുനി, തഥാഗതൻ എന്നീ പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ് ശ്രീബുദ്ധൻ. ശാക്യമുനി, തഥാഗതൻ എന്നീ പേരിൽ അറിയപ്പെട്ട ശ്രീബുദ്ധൻ. ബുദ്ധൻ്റെ ജന്മകഥകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ജാതക കഥകൾ. ബുദ്ധൻ്റെ ജന്മകഥകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ജാതക കഥകൾ. ലോകത്തിലെ ആദ്യത്തെ സംഘടിത പ്രചാരകൻ ആരായിരുന്നു? ബുദ്ധ ഭിക്ഷുക്കൾ. ഓർമ്മിക്കുന്ന, ലോകത്തിലെ ആദ്യത്തെ സംഘടിത മതപ്രചാരകൻ ആരായിരുന്നു? ബുദ്ധ ഭിക്ഷുക്കൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരം ഏതാണ്? അരുണാചൽ പ്രദേശിലെ തവാങ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരം ഏതാണ്? അരുണാചൽ പ്രദേശിലെ തവാങ്. ജാതക കഥകൾ ഏകദേശം എത്രയാണ്? 500, ഓർമ്മിക്കണം, ജാതക കഥകൾ എത്രയുണ്ട്? ഏകദേശം 500. ബുദ്ധൻ്റെ ജീവചരിത്രം പ്രതിപാദിക്കുന്ന ഗുഹാചിത്രങ്ങൾ എവിടെയാണ്? അജന്ത, എല്ലോറ. ബുദ്ധൻ്റെ ജീവചരിത്രം പ്രതിപാദിക്കുന്ന ഗുഹാചിത്രങ്ങൾ എവിടെയാണ്? അജന്ത, എല്ലോറ. അജന്ത, എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ എവിടെയാണ്? മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ്. അജന്ത, എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ്. ബുദ്ധൻ്റെ ജ്ഞാനോദയ കാലത്ത് മഗധ ഭരിച്ചിരുന്ന രാജാവാണ് ബിംബിസാരൻ. ബുദ്ധൻ്റെ ജ്ഞാനോദയ കാലത്ത് മഗധ ഭരിച്ചിരുന്ന രാജാവാണ് ബിംബിസാരൻ. ബുദ്ധൻ മരിച്ചപ്പോൾ മഗധ ഭരിച്ചിരുന്ന ആരാണ്? അജാതശത്രു. അപ്പോൾ ബുദ്ധൻ്റെ ജ്ഞാനോദയ കാലത്ത് മഗധ ഭരിച്ചിരുന്ന രാജാവാണ് ബിംബിസാരൻ. ബുദ്ധൻ മരിച്ചപ്പോൾ മഗധ ഭരിച്ചിരുന്ന ആരാണ്? അജാതശത്രു. ബുദ്ധൻ സാധാരണക്കാരോട് സംസാരിച്ചെന്ന ഏത് ഭാഷയിലാണ്? അർത്ഥമഗധി. ഓർമ്മിക്കണം, ബുദ്ധൻ സാധാരണക്കാരോട് സംസാരിച്ചെന്ന ഏത് ഭാഷയിലാണ്? അർത്ഥമഗധി. ബുദ്ധൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാരായിരുന്നു? ആനന്ദൻ. ഓർമ്മിക്കണം, ബുദ്ധൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാരായിരുന്നു ആനന്ദൻ. ഗൗതമ ബുദ്ധൻ ശാക്യമുനി എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ട്? ഓർമ്മിക്കണം, ശാക്യ വംശത്തിൽ ജനിച്ചതുകൊണ്ട്. ഓർമ്മിക്കണം, ശ്രീബുദ്ധൻ ശാക്യമുനി എന്നറിയപ്പെടാൻ കാരണം ശാക്യ വംശത്തിൽ ജനിച്ചതുകൊണ്ട്. ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച ഗയ ഏത് സംസ്ഥാനത്തിലാണ്? ബീഹാർ. ഓർമ്മിക്കണം, ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച ഗയ ഏത് സംസ്ഥാനത്തിലാണ്? ബീഹാർ. ശ്രീബുദ്ധൻ ആദ്യ പ്രഭാഷണം നടത്തിയ എവിടെയാണ്? സാരനാഥിലെ ഉത്തർപ്രദേശിലെ ഡീർ പാർക്ക്. ഓർമ്മിക്കണം, ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയാണ്? ഗയ, ബീഹാർ. ബുദ്ധൻ ആദ്യമായിട്ട് മതപ്രഭാഷണം നടത്തിയ എവിടെയാണ്? ഉത്തർപ്രദേശിലെ സാരനാഥിലെ ഡീർ പാർക്ക്. ബുദ്ധമത ഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്നത് ത്രിപീഠകം. ഓർമ്മിക്കണം, ത്രിപീഠകം. ത്രിപീഠകൾ ഏതൊക്കെയാണ്? വിനയപീഠം, സൂത്തപീഠം, അഭിധർമ്മപീഠം. പരീക്ഷയുടെ പ്രീവിയസ് ആണ്. ബുദ്ധമതത്തിലെ ത്രിപീഠകങ്ങൾ എന്തൊക്കെയാണ്? വിനയപീഠം, സൂത്തപീഠം, അഭിധർമ്മപീഠകം. നളന്ദ നാഗാർജുന സർവകലാശാലയെ പ്രോത്സാഹിപ്പിച്ച മതമേതാണ്? ബുദ്ധമതം. ഓർമ്മിക്കണം, നളന്ദ നാഗാർജുന സർവകലാശാലയെ പ്രോത്സാഹിപ്പിച്ച മതമേതാണ്? ബുദ്ധമതം. അഷ്ടാംഗ മാർഗത്തിൽ അധിഷ്ഠിതമായ മതമേതാണ്? ബുദ്ധമതം. ഓർമ്മിക്കണം, അഷ്ടാംഗ മാർഗത്തിൽ അധിഷ്ഠിതമായ മതമേതാണ്? ബുദ്ധമതം. ഏഷ്യയുടെ പ്രകാശവലയ ലൈറ്റ് ഓഫ് ഏഷ്യ എന്നറിയപ്പെട്ട വ്യക്തിയാണ് ശ്രീബുദ്ധൻ. ഓർമ്മിക്കണം, ഏഷ്യയുടെ പ്രകാശവലയ ലൈറ്റ് ഓഫ് ഏഷ്യ എന്നറിയപ്പെട്ട വ്യക്തിയാണ് ശ്രീബുദ്ധൻ. ബുദ്ധമത ആരാധനാലയം അറിയപ്പെടുന്ന പേര് പഗോഡാസ്. ഓർമ്മിക്കണം, ബുദ്ധമത ആരാധനാലയം അറിയപ്പെട്ട പേര് പഗോഡാസ്. ഗുപ്ത സാമ്രാജ്യ സ്ഥാപകൻ ശ്രീഗുപ്തൻ. മഗധ സാമ്രാജ്യം സ്ഥാപിച്ചതാരാണ്? ബിംബിസാരൻ. ഓർമ്മിക്കണം, മഗധ സാമ്രാജ്യം സ്ഥാപിച്ചതാണ് ബിംബിസാരൻ. ശിശുനാഗ വംശം സ്ഥാപിച്ചാരാണ്? ശിശുനാഗൻ. ഓർമ്മിക്കണം, ശിശുനാഗ വംശം സ്ഥാപിച്ചാണ് ശിശുനാഗൻ. നന്ദ രാജവംശം സ്ഥാപിച്ചാരാണ്? മഹാപത്മനന്ദൻ. വംശ സ്ഥാപകനാരാണ്? സിംഹൻ. ഓർമ്മിക്കണം, ശതവാഹന വംശ സ്ഥാപകനാരാണ്? സിംഹൻ. പാല രാജവംശം സ്ഥാപിച്ചാരാണ്? ഗോപാല. ഓർമ്മിക്കണം, പാല രാജവംശം സ്ഥാപിച്ചാരാണ്? ഗോപാല. കുശാന രാജവംശം സ്ഥാപിച്ചത് കജുല കാഡ്ഫേസസ് ഒന്നാമൻ. ഓർമ്മിക്കണം, കുശാന ഡൈനാസ്റ്റി അല്ലെങ്കിൽ കുശാന രാജവംശം സ്ഥാപിച്ചത് കജുല കാഡ്ഫേസസ്. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഹരികര ആൻഡ് ബുക്ക. ഓർമ്മിക്കണം, വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ച ഹരികര ആൻഡ് ബുക്ക. രാഷ്ട്രകൂട രാജവംശം സ്ഥാപിച്ചാണ് ദണ്ഡി ദുർഗൻ. ഓർമ്മിക്കണം, രാഷ്ട്രകൂട രാജവംശ സ്ഥാപകനാരാണ്? ദണ്ഡി ദുർഗൻ. പല്ലവ രാജവംശം സ്ഥാപിച്ചാരാണ്? സിംഹവിഷ്ണു. ഓർമ്മിക്കണം, പല്ലവ രാജവംശ സ്ഥാപകനാരാണ്? സിംഹവിഷ്ണു.
ഹർഷൻ്റെ സദസ്സിലെ പ്രധാന കവിയാരായിരുന്നു ബാണഭട്ടൻ. ഓർമ്മിക്കണം, ഹർഷൻ്റെ സദസ്സിലെ പ്രധാന കവിയാരായിരുന്നു ബാണഭട്ടൻ. ഹർഷചരിതം, കാദംബരി എന്നീ കൃതികൾ രചിച്ചാരാണ് ബാണഭട്ടൻ. ഓർമ്മിക്കണം, ഹർഷചരിതം, കാദംബരി എന്നീ കൃതികൾ രചിച്ചാരാണ് ബാണഭട്ടൻ. വിശിഷ്ട അദ്വൈത ദർശനത്തിൻ്റെ വക്താവാരായിരുന്നു രാമാനുജൻ. ഓർമ്മിക്കണം, വിശിഷ്ട അദ്വൈത ദർശനത്തിൻ്റെ ഉപജ്ഞാതാവാരായിരുന്നു രാമാനുജൻ. കർണാടകയിൽ ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠമേതാണ് ശൃംഗേരി. ഓർമ്മിക്കണം, കർണാടകയിൽ ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠമേതാണ് ശൃംഗേരി. ഗുജറാത്തിലെ ദ്വാരകയിൽ ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠമേതാണ് ശാരദാ മഠം. ഓർമ്മിക്കണം, ഗുജറാത്തിലെ ദ്വാരകയിൽ ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠമേതാണ് ശാരദാ മഠം. ഉത്തരാഖണ്ഡിലെ ബദരിനാഥിൽ ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠത്തിന് ജ്യോതിർമഠം. ഉത്തരാഖണ്ഡിലെ ബദരിനാഥിൽ ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠത്തിന് ജ്യോതിർമഠം. പ്രധാനപ്പെട്ട എത്ര ഉപനിഷത്തുണ്ട്? ഓർമ്മിക്കണം, 108 ഉപനിഷത്ത്. എത്ര ഉണ്ട്? 108. ഒറീസയിലെ പുരിയിൽ ശങ്കരാചാര്യ സ്ഥാപിച്ച മഠവേദന ഗോവർദ്ധന മഠം. ഒറീസയിലെ പുരിയിൽ ശങ്കരാചാര്യ സ്ഥാപിച്ച മഠവേദന ഗോവർദ്ധന മഠം. ഉപനിഷത്ത് എത്ര ഉണ്ട്? 108. ഏറ്റവും വലിയ ഉപനിഷത്ത് ബൃഹദാരണ്യ ഉപനിഷത്ത്. ഓർമ്മിക്കണം, ഏറ്റവും വലിയ ഉപനിഷത്ത് ബൃഹദാരണ്യ ഉപനിഷത്ത്. ഏറ്റവും ചെറിയ ഉപനിഷത്ത് ഈശോവാസ്യം. ഓർമ്മിക്കണം, ഏറ്റവും വലിയ ഉപനിഷത്ത് ബൃഹദാരണ്യ ഉപനിഷത്ത്. ഏറ്റവും ചെറിയ ഉപനിഷത്ത് ഈശോവാസ്യം. എന്നത് ഏത് ഉപനിഷത്തിൻ്റെ വാക്യമാണ്? ചാന്തോക്യ ഉപനിഷത്ത്. തത്വമസി എന്നത് ഏത് ഉപനിഷത്തിൻ്റെ വാക്യമാണ്? ചാന്തോക്യ ഉപനിഷത്ത്. മഹാഭാരതത്തിൽ എത്ര പർവ്വങ്ങളുണ്ട്? 18. ഓർമ്മിക്കണം, മഹാഭാരതത്തിൽ എത്ര പർവ്വങ്ങളുണ്ട്? 18. രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? 7. ഓർമ്മിക്കണം, രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? 7. ജയസംഹിത, ശതസഹസ്ര സംഹിത എന്നിങ്ങനെ അറിയപ്പെട്ടത് എന്തിനാണ്? മഹാഭാരതം. ഓർമ്മിക്കണം, ജയസംഹിത, ശതസഹസ്ര സംഹിത എന്നറിയപ്പെട്ടത് മഹാഭാരതം. മഹാഭാരതത്തിൻ്റെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ഭഗവത്ഗീത. ഓർമ്മിക്കണം, മഹാഭാരതത്തിൻ്റെ ആത്മാവ് എന്നറിയപ്പെടുന്ന ഭഗവത്ഗീത. ഏറ്റവും വലിയ പുരാണം ഏതാണ്? പത്മപുരാണം. ഓർമ്മിക്കണം, ഏറ്റവും വലിയ പുരാണം ഏതാണ്? പത്മപുരാണം. വൈശേഷിക ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് കണാദൻ. ഓർമ്മിക്കണം, വൈശേഷിക ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് കണാദൻ. യോഗാ ദർശനം ആരുടേതാണ്? പതഞ്ജലി. ഓർമ്മിക്കണം, യോഗാ ദർശനം ആരുടേതാണ്? പതഞ്ജലി. അദ്വൈത വേദാന്ത ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ശങ്കരാചാര്യർ. ഓർമ്മിക്കണം, അദ്വൈത വേദാന്ത ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ശങ്കരാചാര്യർ. ചാർവാക ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ബൃഹസ്പതി. ഓർമ്മിക്കണം, ചാർവാക ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ബൃഹസ്പതി. ചിലപ്പതികാരത്തിൻ്റെ കർത്താവ് ഇളങ്കോവടികൾ. തിരുക്കുറൾ രചിച്ചതാണ് തിരുവള്ളുവർ. തമിഴ് കാവ്യമായ മണിമേഖല എഴുതിയതാണ് സാത്തനാർ. ഷാനമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ഫിർദൗസി. ശാസ്ത്രത്തിൻ്റെ രചയിതാവ് ആരാണ്? ഭരതമുനി. ഓർമ്മിക്കണം, നാട്യശാസ്ത്രത്തിൻ്റെ രചയിതാവാണ് ഭരതമുനി. ബുദ്ധമതത്തിൻ്റെ സർവ്വവിജ്ഞാന കോശം എന്നറിയപ്പെടുന്ന മഹാവിഭാഷയുടെ രചയിതാവാണ് വസുമിത്രൻ. ബുദ്ധമതത്തിൻ്റെ സർവ്വവിജ്ഞാന കോശം എന്നറിയപ്പെടുന്ന മഹാവിഭാഷയുടെ രചയിതാവാണ് വസുമിത്രൻ. ചാരുദത്ത രചിച്ചതാണ് ഫാസൻ. ഓർമ്മിക്കണം, ചാരുദത്ത രചിച്ചതാണ് ഫാസൻ. പഞ്ചതന്ത്രത്തിൻ്റെ കർത്താവാണ് വിഷ്ണു ശർമ്മ. ഓർമ്മിക്കണം, പഞ്ചതന്ത്രത്തിൻ്റെ കർത്താവാണ് വിഷ്ണു ശർമ്മൻ. അമരകോശം രചിച്ചാണ് അമരസിംഹൻ. ഓർമ്മിക്കണം, അമരകോശം രചിച്ചാണ് അമരസിംഹൻ. തമിഴ് വ്യാകരണത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമേതാണ് തൊൽക്കാപ്യം. ഓർമ്മിക്കണം, തമിഴ് വ്യാകരണത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമേതാണ് തൊൽക്കാപ്യം. ഹർഷൻ്റെ സദസ്സിലെ പ്രധാന കവി ആരായിരുന്നു? ബാണഭട്ടൻ. ആധുനിക ബുദ്ധൻ എന്നറിയപ്പെട്ടത് ഡോക്ടർ BR അംബേദ്കർ. ഓർമ്മിക്കണം, ആധുനിക ബുദ്ധൻ എന്നറിയപ്പെട്ട ഡോക്ടർ BR അംബേദ്കർ. അഷ്ടാംഗ മാർഗങ്ങൾ ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബുദ്ധമതം. അഷ്ടാംഗ മാർഗങ്ങൾ ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബുദ്ധമതം. ബുദ്ധമതത്തിലെ ത്രിരത്നങ്ങൾ ഏതൊക്കെയാണ്? ബുദ്ധം, ധർമ്മം, സംഘം. ഓർമ്മിക്കണം, ബുദ്ധമതത്തിലെ ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത് ബുദ്ധം, ധർമ്മം, സംഘം. ബുദ്ധ സാഹിത്യം രചിച്ചിരുന്നത് ഏത് ഭാഷയിലാണ്? പാലി. ഓർമ്മിക്കണം, ബുദ്ധ സാഹിത്യം രചിച്ചിരുന്നത് ഏത് ഭാഷയിലാണ്? പാലി. ഇൻഡിക്ക എന്ന ബുക്സ് രചിച്ചാറാണ് മെഗസ്തനീസ്. ഓർമ്മിക്കണം, ഇൻഡിക്ക എന്ന ബുക്സ് രചിച്ചാറാണ് മെഗസ്തനീസ്. അർത്ഥശാസ്ത്രം രചിച്ചതാണ് കൗടില്യൻ. മുദ്രരാക്ഷസം എന്ന ഗ്രന്ഥം രചിച്ചാറാണ് വിശാഖദത്തൻ. ഓർമ്മിക്കണം, മുദ്രരാക്ഷസം എന്ന ഗ്രന്ഥം രചിച്ചാറാണ് വിശാഖദത്തൻ. മഹാവിഭാഷ രചിച്ചാറാണ് വസുമിത്രൻ. ഓർമ്മിക്കണം, മഹാവിഭാഷ രചിച്ചാറാണ് വസുമിത്രൻ. ആര്യഭടീയം, സൂര്യ സിദ്ധാന്തം എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ചാറാണ് ആര്യഭടൻ. ഓർമ്മിക്കണം, ആര്യഭടീയം, സൂര്യ സിദ്ധാന്തം എന്നീ ഗ്രന്ഥം രചിച്ചാറാണ് ആര്യഭടൻ. ദശകുമാര ചരിതം എന്ന ഗ്രന്ഥം രചിച്ചാറാണ് ദണ്ഡി. ഓർമ്മിക്കണം, ദശകുമാര ചരിതം എന്ന ഗ്രന്ഥം രചിച്ചാറാണ് ദണ്ഡി. ത്രിരത്നങ്ങൾ ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൈനമതം. ഓർമ്മിക്കണം, ത്രിരത്നങ്ങൾ ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൈനമതം. ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ ഏതൊക്കെയാണ്? ശരിയായ ജ്ഞാനം, ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി. ഓർമ്മിക്കണം, ആ ത്രിരത്നങ്ങൾ ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൈനമതം. ജൈനമതത്തിലെ ത്രിരത്നങ്ങൾ ഏതൊക്കെയാണ്? ശരിയായ ജ്ഞാനം, ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തി. ജൈനമത സാഹിത്യം രചിച്ചിരുന്നത് ഏത് ഭാഷയിലാണ്? പ്രാകൃത്. ഓർമ്മിക്കണം, ജൈനമത സാഹിത്യങ്ങൾ രചിച്ചിരുന്നത് ഏത് ഭാഷയിലാണ്? പ്രാകൃത്. തീർത്ഥങ്കരന്മാർ എന്ന പദം ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൈനമതം. ഓർമ്മിക്കണം, തീർത്ഥങ്കരന്മാർ എന്നറിയപ്പെട്ടത് ഏത് മതവിശ്വാസമാണ്? ജൈനമതം. ജൈനമതത്തിലെ 24ാമത്തെ തീർത്ഥങ്കരൻ ആരാണ്? വർദ്ധമാന മഹാവീരൻ. ഓർമ്മിക്കണം, 24ാമത്തെ തീർത്ഥങ്കരൻ ആരാണ്? വർദ്ധമാന മഹാവീരൻ. ദിഗംബരന്മാരും ശ്വേതംബരന്മാരും ഏത് മതത്തിൻ്റെ വകഭേദങ്ങളാണ്? ജൈനമതം. ഓർമ്മിക്കണം, ദിഗംബരന്മാരും ശ്വേതംബരന്മാരും ഏത് മതത്തിൻ്റെ വകഭേദമാണ്? ജൈനമതം.
അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ചത് BC 326. ഓർമ്മിക്കണം, അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ചത് BC 326. അലക്സാണ്ടറിന്റെ ഗുരു ആരാണ്? അരിസ്റ്റോട്ടിൽ. ഓർമ്മിക്കണം, അലക്സാണ്ടറിന്റെ ഗുരു ആരാണ്? അരിസ്റ്റോട്ടിൽ. മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യ. ഫസ്റ്റ് ഓർമ്മിക്കണം, മൗര്യ രാജവംശ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യ. മൗര്യ രാജവംശത്തിന് മുമ്പ് ഭരിച്ചിരുന്ന പ്രസിദ്ധ രാജവംശത്തിന് നന്ദവംശം. ഓർമ്മിക്കണം, നന്ദവംശം. നന്ദവംശത്തിന്റെ സ്ഥാപകനാരാണ്? മഹാപത്മനന്ദൻ. ഓർമ്മിക്കണം, നന്ദവംശത്തിന്റെ സ്ഥാപകനാരാണ്? മഹാപത്മനന്ദൻ. വർദ്ധന സാമ്രാജ്യത്തിലെ പ്രഗത്ഭനായ ഭരണാധികാരി ആരായിരുന്നു? ഹർഷവർദ്ധൻ. ഓർമ്മിക്കണം, വർദ്ധന സാമ്രാജ്യത്തിലെ പ്രഗത്ഭനായ ഭരണാധികാരി ആരായിരുന്നു? ഹർഷവർദ്ധനൻ. ശിലാദിത്യ രാജ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ശിലാദിത്യൻ എന്നറിയപ്പെടുന്നവരാണ്? ഹർഷവർദ്ധനാണ്. ഓർമ്മിക്കണം, ശിലാദിത്യൻ എന്നറിയപ്പെടുന്നവരാണ്? ഹർഷവർദ്ധനൻ. ഉത്തരേന്ത്യ ഭരിച്ച ഒടുവിലത്തെ ഹിന്ദു ചക്രവർത്തി ആരാണ്? ഹർഷവർദ്ധൻ. ഓർമ്മിക്കണം, ഉത്തരേന്ത്യ ഭരിച്ച അവസാനത്തെ ഹിന്ദു ചക്രവർത്തി ആരാണ്? ഹർഷവർദ്ധനൻ. ഹർഷന്റെ ശാസ്ത്രിലെ ആസ്ഥാന കവിയായിരുന്നു? ബാണഭട്ടൻ. ഓർമ്മിക്കണം, ഹർഷന്റെ ശാസ്ത്രിലെ ആസ്ഥാന കവിയായിരുന്നു? ബാണഭട്ടൻ. ഹർഷനെ പരാജയപ്പെടുത്തിയ ചാലൂക്യ രാജാവാരാണ്? പുലികേശി രണ്ടാമൻ. ഓർമ്മിക്കണം, ഹർഷനെ പരാജയപ്പെടുത്തിയ ചാലൂക്യ രാജാവാണ് പുലികേശി സെക്കൻഡ്. ചാലൂക്യ രാജവംശത്തിന്റെ സ്ഥാപകനാരാണ്? പുലികേശി ഫസ്റ്റ്. ഓർമ്മിക്കണം, ചാലൂക്യ രാജവംശത്തിന്റെ സ്ഥാപകനാരാണ്? പുലികേശി ഫസ്റ്റ്. പുലികേശി രണ്ടാമനെ വധിച്ച പല്ലവ രാജാവാരാണ്? നരസിംഹവർമ്മൻ സെക്കൻഡ്. ഓർമ്മിക്കണം, പുലികേശി രണ്ടാമനെ വധിച്ച പല്ലവ രാജാവാരാണ്? നരസിംഹവർമ്മൻ സെക്കൻഡ്. ഇന്ത്യ സന്ദർശിച്ച ആദ്യ വിദേശ സഞ്ചാരിയാരാണ്? മെഗസ്തനീസ്. ഓർമ്മിക്കണം, ഇന്ത്യ സന്ദർശിച്ച ആദ്യ വിദേശ സഞ്ചാരിയാരാണ്? മെഗസ്തനീസ്. പുരാതന ഇന്ത്യയിൽ കനേഷുമാരി എന്ന സമ്പ്രദായത്തിന് തുടക്കമിട്ട ഭരണാധികാരി ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യ. ഓർമ്മിക്കണം, പുരാതന ഇന്ത്യയിൽ കനേഷുമാരി എന്ന സമ്പ്രദായത്തിന് തുടക്കമിട്ട ഭരണാധികാരിയാണ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം അധികാരത്തിൽ വന്ന ഭരണാധികാരിയാണ് ബിന്ദുസാരൻ. ഓർമ്മിക്കണം, ചന്ദ്രഗുപ്തന് ശേഷം അധികാരത്തിൽ വന്ന രാജാവാരാണ്? ബിന്ദുസാരൻ. ദേവനാം പ്രിയ, പ്രിയദർശി രാജ എന്നീ പേരിൽ അറിയപ്പെട്ടതാണ് അശോകനാണ്. ഓർമ്മിക്കണം, ദേവനാം പ്രിയ, പ്രിയദർശി രാജ എന്നീ പേരിൽ അറിയപ്പെട്ടതാണ് അശോകൻ. കാളിദാസന്റെ മാളവികാഗ്നിമിത്രം നാടകത്തിലെ നായകനാരാണ്? അഗ്നിമിത്രൻ. ഓർമ്മിക്കണം, കാളിദാസന്റെ മാളവികാഗ്നിമിത്രത്തിലെ നാടകത്തിലെ നടനാരാണ് അല്ലെങ്കിൽ നായകനാരാണ്? അഗ്നിമിത്രൻ. കുശാന രാജവംശത്തിന്റെ സ്ഥാപകനാരാണ്? കജുല കാഡ്ഫേസസ്. ഓർമ്മിക്കണം, കുശാന രാജവംശത്തിന്റെ സ്ഥാപകനാരാണ്? കജുല കാഡ്ഫേസസ്. ഇന്ത്യക്ക് പുറത്ത് തലസ്ഥാനവുമായി ഉത്തരേന്ത്യ ഭരിച്ച ഭരണാധികാരി ആരാണ്? കൻഷ്കനാണ്. ഇന്ത്യക്ക് പുറത്ത് തലസ്ഥാനവുമായി ഉത്തരേന്ത്യ ഭരിച്ച ഭരണാധികാരി ആരാണ്? കൻഷ്കൻ. ചരകൻ, സുശ്രുതൻ എന്നീ ആയുർവേദ ആചാര്യന്മാർ ജീവിച്ചിരുന്നത് ആരുടെ കാലത്തിലാണ്? കൻഷ്കൻ്റെയാണ്. ഓർമ്മിക്കണം, ചരകൻ, സുശ്രുതൻ എന്നീ ആയുർവേദ ആചാര്യന്മാർ ജീവിച്ചിരുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? കൻഷ്കൻ. ഏറ്റവും ഒടുവിലത്തെ ബുദ്ധമത സമ്മേളനം ആരുടെ കാലത്തായിരുന്നു? കൻഷ്കൻ്റെ കാലത്ത്. ഓർമ്മിക്കണം, നാലാം ബുദ്ധമത സമ്മേളനം, അവസാനത്തെ ബുദ്ധമത സമ്മേളനം ആരുടെ കാലത്തായിരുന്നു? കൻഷ്കൻ. ശ്രീബുദ്ധന്റെ രൂപം ആദ്യമായി നാണയങ്ങളിൽ ആലേഖനം ചെയ്തത് ഏത് രാജാവാണ്? കൻഷ്കനാണ്. ഓർമ്മിക്കണം, ശ്രീബുദ്ധന്റെ രൂപം ആദ്യമായി നാണയങ്ങളിൽ ആലേഖനം ചെയ്തത് ഏത് രാജാവാണ്? കൻഷ്കൻ. ഗുപ്ത സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ്? സംസ്കൃതം. ഓർമ്മിക്കണം, ഗുപ്ത സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ്? സംസ്കൃതം. ഗുപ്ത സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മുദ്ര ഏതാണ്? ഗരുഡൻ. ഓർമ്മിക്കണം, ഗുപ്ത സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മുദ്ര ഏതാണ്? ഗരുഡൻ. ഗുപ്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എവിടെയാണ്? പ്രയാഗ്. ഗാന്ധാര കലാരീതി എന്നറിയപ്പെടുന്ന ഇൻഡോ ഗ്രീക്ക് കലാരീതിയെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച കുശാന രാജാവാരാണ്? കൻഷ്കൻ. ഓർമ്മിക്കണം, ഗാന്ധാര കലാരീതി എന്നറിയപ്പെടുന്ന ഇൻഡോ ഗ്രീക്ക് കലാരീതിയെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച കുശാൻ രാജാവാണ് കൻഷ്കൻ. ബുദ്ധചരിതം എന്ന ഗ്രന്ഥം രചിച്ചാണ് അശോകോഷൻ. ഓർമ്മിക്കണം, ബുദ്ധചരിതം എന്ന ഗ്രന്ഥം രചിച്ചാണ് അശോകോഷൻ. ഇന്ത്യ ചരിത്രത്തിലെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ്? ഗുപ്ത കാലഘട്ടം. ഓർമ്മിക്കണം, ഇന്ത്യ ചരിത്രത്തിലെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ്? ഗുപ്ത കാലഘട്ടം. ഗുപ്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാരാണ്? ശ്രീഗുപ്തൻ. ഓർമ്മിക്കണം, ഗുപ്ത സാമ്രാജ്യ സ്ഥാപകനാരാണ്? ശ്രീഗുപ്തൻ. ഗുപ്ത സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ്? സംസ്കൃതം. ഓർമ്മിക്കണം, ഗുപ്ത സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ്? സംസ്കൃതം. സമുദ്രഗുപ്തന്റെ പ്രസിദ്ധമായ മന്ത്രി ആരായിരുന്നു? ഹരിസേൻ. ഓർമ്മിക്കണം, സമുദ്രഗുപ്തന്റെ പ്രസിദ്ധനായ മന്ത്രി ആരായിരുന്നു? ഹരിസേനൻ. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ആരാണ്? സമുദ്രഗുപ്തൻ. ഓർമ്മിക്കണം, ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന സമുദ്രഗുപ്തൻ. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ആരാണ്? പൊയ്കേലി യോഹന്നാൻ. ഓർമ്മിക്കണം, കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ആരാണ്? പൊയ്കേലി യോഹന്നാൻ. ഉജ്ജയിനി തലസ്ഥാനമാക്കി ഭരിച്ച ഗുപ്ത രാജാവാരാണ്? ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഓർമ്മിക്കണം, ഉജ്ജയിനി തലസ്ഥാനമാക്കി ഭരിച്ച ഗുപ്ത രാജാവാരാണ്? ചന്ദ്രഗുപ്ത സെക്കൻഡ്. ശകാരി, വിക്രമാദിത്യൻ എന്നീ പേരിൽ അറിയപ്പെട്ടതാണ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഓർമ്മിക്കണം, ശകാരി, വിക്രമാദിത്യൻ എന്നീ പേരിൽ അറിയപ്പെട്ടതാണ് ഗുപ്ത രാജാവാണ്? ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഇന്ത്യ സന്ദർശിച്ച ആദ്യ ചൈനീസ് സഞ്ചാരിയാണ് ഫാഗിയൻ. ഓർമ്മിക്കണം, ഇന്ത്യ സന്ദർശിച്ച ആദ്യ ചൈനീസ് സഞ്ചാരിയാണ് ഫാഗിയൻ. ഫാഗിയൻ ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ കാലത്താണ്? ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഓർമ്മിക്കണം, ഫാഗിയൻ ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ കാലത്താണ്? ചന്ദ്രഗുപ്ത സെക്കൻഡ്. നവരത്നങ്ങൾ ആരുടെ സദസ്സിനെയാണ് അലങ്കരിച്ചിരുന്നത്? ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഓർമ്മിക്കണം, നവരത്നങ്ങൾ ആരുടെ സദസ്സിനാണ് അലങ്കരിച്ചിരുന്നത്? ചന്ദ്രഗുപ്ത സെക്കൻഡ്. ശാസനത്തിന്റെ നിർമ്മാതാവായ സമുദ്രഗുപ്തന്റെ മന്ത്രിയാരാണ്? ഹരിസേൻ. ഓർമ്മിക്കണം, അലഹബാദ് ശാസനത്തിന്റെ നിർമ്മാതാവായ സമുദ്രഗുപ്തന്റെ മന്ത്രിയാരാണ്? ഹരിസേൻ. ഗംഗൈക്കൊണ്ട ചോളൻ എന്നറിയപ്പെട്ട ചോള രാജാവാരാണ്? രാജേന്ദ്ര ചോളൻ. ഓർമ്മിക്കണം, ഗംഗൈക്കൊണ്ട ചോളൻ എന്നറിയപ്പെട്ട ചോള രാജാവാരാണ്? രാജേന്ദ്ര ചോളൻ.
തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം പണിത ചോള രാജാവാരാണ് രാജരാജ ഫസ്റ്റ്. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം പണിത ചോള രാജാവാരാണ് രാജരാജ ഫസ്റ്റ്. ചോള ഗ്രാമ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശിലാശാസനം ഏതാണ്? ഉത്തരമേരൂർ ശിലാശാസനം. ചോള ഗ്രാമ ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശിലാശാസനം ഏതാണ്? ഉത്തരമേരൂർ ശിലാശാസനം. ബൈബിൾ ആദ്യമേ ഏത് ഇന്ത്യൻ ഭാഷയിലേക്കാണ് പരിഭാഷപ്പെടുത്തിയത്? തമിഴ്. ഓർമ്മിക്കണം, ബൈബിൾ ആദ്യമേ ഏത് ഇന്ത്യൻ ഭാഷയിലേക്കാണ് പരിഭാഷപ്പെടുത്തിയത്? തമിഴ്. തമിഴകത്തെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥമേതാണ്? തിരുക്കുറൽ. ഓർമ്മിക്കണം, തമിഴകത്തെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥമേതാണ്? തിരുക്കുറൽ. കോവിലന്റെയും കണ്ണകിയുടെയും കഥ പറയുന്ന കൃതി ഏതാണ്? ചിലപ്പതികാരം. ഓർമ്മിക്കണം, കോവിലന്റെയും കണ്ണകിയുടെയും കഥ പറയുന്ന തമിഴ് കൃതി ഏതാണ്? ചിലപ്പതികാരം. ഇന്ത്യ ആക്രമിച്ച ആദ്യ മുസ്ലിം ആക്രമണകാരി മുഹമ്മദ് ബിൻ കാസിം. ഓർമ്മിക്കണം, ഇന്ത്യ ആക്രമിച്ച ആദ്യ മുസ്ലിം ആക്രമണകാരി മുഹമ്മദ് ബിൻ കാസിം. മുഹമ്മദ് ഗസനി സോമനാഥ ക്ഷേത്രം ആക്രമിച്ചത് AD 1025. ഓർമ്മിക്കണം, മുഹമ്മദ് ഗസനി സോമനാഥ ക്ഷേത്രം ആക്രമിച്ചത് AD 1025. ഷാനാമ എന്ന ഗ്രന്ഥം രചിച്ചതാണ് ഫിർദൗസി. ഓർമ്മിക്കണം, ഷാനാമ എന്ന ഗ്രന്ഥം രചിച്ചതാണ് ഫിർദൗസി. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നതാണ് ഫിർദൗസിയാണ്. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്നതാണ് ഫിർദൗസി. ലാഖ് ബക്ഷ് അല്ലെങ്കിൽ ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നവരെന്നറിയപ്പെടുന്ന ഡൽഹി സുൽത്താനറ്റിലെ പ്രഗത്ഭനായ ഭരണാധികാരിയാണ് കുത്തബുദ്ദീൻ ഐബക്. രണ്ടാം അലക്സാണ്ടർ എന്നറിയപ്പെട്ടതാരാണ് അലാവുദ്ദീൻ ഖിൽജി. ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെട്ടതാരാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. ഓർമ്മിക്കണം, ലാഖ് ബക്ഷ് എന്നറിയപ്പെടുന്നത് കുത്തബുദ്ദീൻ ഐബക്. രണ്ടാം അലക്സാണ്ടർ എന്നറിയപ്പെടുന്നത് അലാവുദ്ദീൻ ഖിൽജി. ബുദ്ധിമാനായ വിഡ്ഢി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്. സലിം അല്ലെങ്കിൽ ഓർമ്മിക്കണം, സലിം രാജകുമാർ എന്നറിയപ്പെട്ട മുഗൾ രാജാവാണ് ജഹാംഗീർ. അഭിനവ ഭോജൻ അല്ലെങ്കിൽ ആന്ധ്ര ഭോജൻ എന്നറിയപ്പെട്ട ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. ഓർമ്മിക്കണം, അഭിനവ ഭോജൻ അല്ലെങ്കിൽ ആന്ധ്ര ഭോജൻ എന്നറിയപ്പെട്ട ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് തുടക്കം കുറിച്ചതാണ് മുഹമ്മദ് ഗോറി. ഓർമ്മിക്കണം, ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് തുടക്കം കുറിച്ചതാണ് മുഹമ്മദ് ഗോറി. ഒന്നാം തറൈനത്വത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തി. രണ്ടാം തറൈനത്വത്തിൽ പൃഥ്വിരാജ് ചൗഹാനെ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തി. ഓർമ്മിക്കണം, ഒന്നാം തറൈനത്വത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തി. രണ്ടാം തറൈനത്തിൽ മുഹമ്മദ് ഗോറിയെ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിസ്ഥാനമിട്ടത് ഏത് യുദ്ധമാണ്? രണ്ടാം തറൈൻ യുദ്ധം 1192. ഫസ്റ്റ് തറൈൻ വാർ 1191. പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തി. രണ്ടാം തറൈൻ യുദ്ധം 1192. മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറയിട്ടത് അല്ലെങ്കിൽ അടിസ്ഥാനമിട്ടത് ഏത് യുദ്ധമാണ്? രണ്ടാം തറൈൻ യുദ്ധം. വ്യക്തി ആരാണ്? അത് മുഹമ്മദ് ഗോറിയാണ്. കുത്തബ്മിനാറിൻ്റെ പണി തുടങ്ങിയത് കുത്തബുദ്ദീൻ ഐബക്ക്. പണി പൂർത്തിയാക്കിയതാണ് ഇൽത്തുമിഷാണ്. കുത്തബ്മിനാറിൻ്റെ പണി തുടങ്ങിയത് കുത്തബുദ്ദീൻ ഐബക്കും, പണി പൂർത്തിയാക്കിയതാണ് ഇൽത്തുമിഷ്. ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിച്ചത് ആരുടെ കാലത്താണ്? ഇൽത്തുമിഷിൻ്റെ കാലത്ത്. ഓർമ്മിക്കണം, ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിച്ചത് ആരുടെ കാലത്താണ്? ഇൽത്തുമിഷിൻ്റെ കാലത്ത്. ഖിൽജി രാജവംശ സ്ഥാപകൻ ജലാലുദ്ദീൻ ഖിൽജി. ഖിൽജി രാജവംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. ഓർമ്മിക്കണം, ഖിൽജി രാജവംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജി. ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് അലാവുദ്ദീൻ ഖിൽജി. ഓർമ്മിക്കണം, ഇന്ത്യയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണം ഏർപ്പെടുത്തിയത് അലാവുദ്ദീൻ ഖിൽജി. ദക്ഷിണേന്ത്യ ആദ്യമായി ആക്രമിച്ച മുസ്ലിം ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. ദക്ഷിണേന്ത്യ ആദ്യമായി ആക്രമിച്ച മുസ്ലിം ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. ഉറുദു ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് അമീർ ഖുസ്രു. ഓർമ്മിക്കണം, ഉറുദു ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് അമീർ ഖുസ്രു. അലാവുദ്ദീൻ ഖിൽജിയുടെ സേനാ നായകനും പിന്നീട് അദ്ദേഹത്തിന് വിഷം കൊടുത്ത് കൊല്ലുകയും ചെയ്ത വ്യക്തിയാണ് മാലിക് കഫൂർ. ഓർമ്മിക്കണം, അലാവുദ്ദീൻ ഖിൽജിയുടെ സേനാ നായകനും പിന്നീട് അദ്ദേഹത്തിന് വിഷം കൊടുത്തു കൊന്നതുമായ വ്യക്തിയാണ് മാലിക് കഫൂർ. തുഗ്ലക് വംശ സ്ഥാപകനാരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്. ഓർമ്മിക്കണം, തുഗ്ലക് വംശത്തിൻ്റെ സ്ഥാപകനാരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്. തുഗ്ലക് വംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. ഓർമ്മിക്കണം, തുഗ്ലക് വംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. ഇന്ത്യയിൽ ആദ്യമായി ടോക്കൺ കറൻസി സിസ്റ്റം നടപ്പിലാക്കിയതാരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്. ഓർമ്മിക്കണം, ഇന്ത്യയിൽ ആദ്യമായി ടോക്കൺ കറൻസി സിസ്റ്റം നടപ്പിലാക്കിയ ഭരണാധികാരൻ മുഹമ്മദ് ബിൻ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ആഫ്രിക്കൻ സഞ്ചാരിയാരാണ്? ഇബിൻ ബത്തൂത്ത. ഓർമ്മിക്കണം, മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ആഫ്രിക്കൻ സഞ്ചാരിയാരാണ്? ഇബിൻ ബത്തൂത്ത. ഇന്ത്യയിൽ ആദ്യമായി ജസിയ. ഓർമ്മിക്കണം, ജസിയ നടപ്പിലാക്കിയതാണ് ഫിറോസ് ഷാ തുഗ്ലക്. ഓർമ്മിക്കണം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ജസിയ നടപ്പിലാക്കിയതാണ് ഫിറോസ് ഷാ തുഗ്ലക്. കൃഷി, ജലസേചനം എന്നീ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കടത്തിയ തുഗ്ലക് ഭരണാധികാരിയായിരുന്നു ഫിറോസ് ഷാ തുഗ്ലക്. ഓർമ്മിക്കണം, കൃഷി, ജലസേചനം ആദ്യമായിട്ട് നടപ്പിലാക്കിയ ഡൽഹി സുൽത്താനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു ഫിറോസ് ഷാ തുഗ്ലക്. തിമൂർ ഇന്ത്യ ആക്രമിച്ചത് ഏത് വർഷമാണ്? 1398. ഓർമ്മിക്കണം, തിമൂർ ഇന്ത്യ ആക്രമിച്ച വർഷം 1398. സെയ്ദ് വംശ സ്ഥാപകനാരാണ്? കിസർ ഖാൻ. ഓർമ്മിക്കണം, സെയ്ദ് വംശ സ്ഥാപകനാണ് കിസർ ഖാൻ. ലോധി വംശ സ്ഥാപകനാരാണ്? ബാക്കുല ലോധി. ഓർമ്മിക്കണം, ലോധി വംശ സ്ഥാപകനാണ് ബാക്കുല ലോധി. ഓർമ്മിക്കണം, ലോധി വംശ സ്ഥാപകനാണ് ബാക്കുല ലോധി. ഏറ്റവും പ്രസിദ്ധനായ ലോധി ഭരണാധികാരി സിക്കന്ദർ ലോധി. ഓർമ്മിക്കണം, ഏറ്റവും പ്രസിദ്ധനായ ലോധി രാജാവ് സിക്കന്ദർ ലോധി. ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ഒടുവിലത്തെ ലോധി രാജാവ് ആരാണ്? ഇബ്രാഹിം ലോധി.
ഒന്നാം പാനിപ്പട്ട് 1526 ബാബറും ഇബ്രാഹിം ലോധി. ഓർമ്മിക്കണം, ഒന്നാം പാനിപ്പട്ട് യുദ്ധം 1526 ബാബറും ഇബ്രാഹിം ലോധി. മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറയിട്ട യുദ്ധം ഒന്നാം പാനിപ്പട്ട് യുദ്ധം 1526. ഓർമ്മിക്കണം, മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറയിട്ട യുദ്ധം 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധം. ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടത്തിയത് ബാബർ ഇബ്രാഹിം ലോധിയും. അതിൽ വിജയിച്ചവരാണ് ബാബർ. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മുഗൾ സാമ്രാജ്യ സ്ഥാപകനാരാണ് ബാബർ. ഓർമ്മിക്കണം, മുഗൾ സാമ്രാജ്യ സ്ഥാപകനാരാണ് ബാബർ. ഏറ്റവും സാഹസികനായ മുഗൾ രാജാവാണ് ബാബർ. ഓർമ്മിക്കണം, ഏറ്റവും സാഹസികനായ മുഗൾ രാജാവാണ് ബാബർ. ബാബറിന്റെ ആത്മകഥയാണ് തുസുക്കി ബാബറി. ഓർമ്മിക്കണം, തുസുക്കി ബാബറി ഏത് ഭാഷയിലാണ് രചിച്ചത്? ചഗത്തായി തുർക്കി. ഓർമ്മിക്കണം, ബാബറിന്റെ ആത്മകഥയെ തുസുക്കി ബാബർ രചിച്ചത് ഏത് ഭാഷയിലാണ്? ചഗത്തായി തുർക്കി. സാഹസികനായ മുഗൾ രാജാവ് ബാബർ. ഓർമ്മിക്കണം, സാഹസികനായ മുഗൾ രാജാവ് ബാബർ. ദൗർഭാഗ്യവാനായ മുഗൾ രാജാവ് ഹുമയൂൺ. ഓർമ്മിക്കണം, ദൗർഭാഗ്യവാനായ മുഗൾ രാജാവ് ഹുമയൂൺ. പ്രസിദ്ധനായ മുഗൾ രാജാവാണ് അക്ബർ. ഓർമ്മിക്കണം, പ്രസിദ്ധനായ മുഗൾ രാജാവാണ് അക്ബർ. നിരക്ഷരനായ മുഗൾ രാജാവാണ് അക്ബർ. ഓർമ്മിക്കണം, നിരക്ഷരനായ മുഗൾ രാജാവാണ് അക്ബർ. ചിത്രകാരനായ മുഗൾ രാജാവാണ് ജഹാംഗീർ. ഓർമ്മിക്കണം, ചിത്രകാരനായ മുഗൾ രാജാവാണ് ജഹാംഗീർ. കൊട്ടാരങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നവരാണ് ഷാജഹാൻ. ഓർമ്മിക്കണം, കൊട്ടാരങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ട രാജാവാണ് ഷാജഹാൻ. സന്യാസിയായ മുഗൾ രാജാവാണ് ഔറംഗസീബ്. ഓർമ്മിക്കണം, സന്യാസിയായ മുഗൾ രാജാവാണ് ഔറംഗസീബ്. ഏറ്റവും ഒടുവിലത്തെ മുഗൾ രാജാവാണ് ഔറംഗസീബ്. ഓർമ്മിക്കണം, ഏറ്റവും ഒടുവിലത്തെ മുഗൾ രാജാവാണ് ഔറംഗസീബ്. കാലഘട്ടത്തിലെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഷാജഹാന്റെ കാലഘട്ടം.